അത്ഭുതങ്ങളുടെ ദൈവമേ സ്തുതിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിച്ച ദൈവമേ സ്തുതിക്കുന്നു. ഇന്നും ജീവിക്കുന്ന ദൈവമേ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല അനുഗ്രഹങ്ങളുടെ ഉറവിടമായ ദൈവമേ നിന്നെ സ്തുതിക്കുന്നു. എന്റെ മക്കളെ, ഞങ്ങൾ ഒരുമിച്ച് ഈ കൺവെൻഷൻ ദിവസം രണ്ടാമത്തെ സന്ധ്യയിൽ ഒരുമിച്ചായിരിക്കും. പരിശുദ്ധ കർത്താവ് ഞങ്ങൾക്കായി പ്രവർത്തിക്കാനായി ഇറങ്ങി വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ സാന്നിധ്യത്തോടെ വ്യാപരിക്കപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. രണ്ടോ മൂന്നോ പോൽ ഐക്യമത്യത്തോട് എന്റെ നാമത്തിൽ കൂടി വരുന്നതൊക്കെ ഞാൻ ഉണ്ട് എന്ന് അറിയിച്ചത് കർത്താവ്. എന്റെ മക്കളെ, ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ ആയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് കർത്താവെ കടന്നു വന്ന് ജനത്തെ അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കാരണം ഓരോ ജനവും അനുഗ്രഹം പ്രാപിക്കട്ടെ. ഭാരത്തോടെ വരുന്നവർ, വേദനയോട് വരുന്നവർ, നിരാശയോട് വരുന്നവർ, അവരെ അനുഗ്രഹിക്കട്ടെ. ഹൃദയങ്ങളെ വ്യക്തമായി അറിയുന്ന മനുഷ്യൻ പുറമേയോട് നോക്കുമ്പോൾ ദൈവം ഹൃദയങ്ങളെ ആരാഞ്ഞറിയുന്ന ദൈവം അവരുടെ പ്രശ്നങ്ങൾക്ക് ഇതൊരു പരിഹാരം ഉണ്ടാകുവാൻ, വചനം കേൾക്കുമ്പോൾ വിടുതൽ അനുഭവിച്ചറിയാൻ, ബന്ധനങ്ങൾ അഴിയുവാൻ, അന്ധകാര മണ്ഡലങ്ങൾ അഴിയപ്പെടുവാൻ, രോഗികൾ സൗഖ്യമാകുവാൻ, പാപികൾ മാനസാന്തരപ്പെടുവാൻ, മദ്യപാനികൾ മാനസാന്തരപ്പെടുവാൻ, കുടുംബ ജീവിതങ്ങൾ സമാധാനമില്ലാത്ത കുടുംബങ്ങൾ സമാധാനമായി തീരുവാൻ, വഴിതെറ്റിപ്പോകുന്ന കുടുംബ ജീവിതങ്ങൾ, മക്കളെ ഓർത്ത് ലഭിക്കുന്ന മാതാപിതാക്കൾ അവരൊക്കെ അനിഹാലിയ വഴിതെറ്റിപ്പോയ മക്കൾ അതിൽ മടങ്ങി വരുവാനായി ഒരുമിച്ചായി പ്രാർത്ഥിക്കുന്നു. ഇതൊരു അത്ഭുതത്തിന്റെ ദിവസമാക്കി ദൈവം മാറ്റണം. ഞങ്ങളുടെ സൗണ്ട് സിസ്റ്റം, ഓർഗൻ, മറ്റു സകലത്തിൽ യേശുവിന്റെ കാര്യങ്ങൾ തരുന്നു. പരിശുദ്ധാത്മാവിൽ നീ അവിടെ നിയന്ത്രിക്കും, പരിപാലിക്കും. കർത്താവിൽ വചനം ശുശ്രൂഷിക്കും. ദൈവദാസനോട് അനുഗ്രഹിക്കും. നീ വെളിപ്പെടുത്തും. പാടുന്ന മക്കളെ നീ അനുഗ്രഹിക്കും. കർത്താവിന്റെ നാമം മാത്രം മഹിമപ്പെടട്ടെ. സകലം യേശുവിന്റെ നാമത്തിന് ആമേൻ. കാര്യങ്ങൾക്ക് 3 വർഷം ദൈവത്തെ സ്തുതിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹാളിന്മേൽ പരിസരത്തിന്മേൽ വ്യാപരിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ. അപ്പച്ച കരുണയുള്ള ദൈവമേ, മനസ്സലിയുള്ള ദൈവമേ, ഹല്ലേലൂയ. അപ്പച്ച ഹല്ലേലൂയ കർത്താവെ, അങ്ങയുടെ സാന്നിധ്യത്തിനായി നന്ദി പറയുന്ന കർത്താവെ, സ്തുതിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ കർത്താവെ, ഹല്ലേലൂയ കർത്താവെ, കൺവെൻഷൻ ഏറ്റവും അനുഗ്രഹമായി മാറുവാൻ കർത്താവിന്റെ പ്രവൃത്തി ഹല്ലേലൂയ ഈ ദേശത്ത് വെളിപ്പെടുവാൻ തക്കവണ്ണം ദൈവമേ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവത്തിന്റെ പ്രവൃത്തി ഹല്ലേലൂയ അപ്പച്ച ഈ ദേശം കാണുവാൻ ഹല്ലേലൂയ, ഈ ദേശവാസികൾ അനുഭവിച്ചറിയാൻ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് വെളിപ്പെടുവാൻ തക്കവണ്ണം ദൈവമേ അവിടുന്ന് ഹല്ലേലൂയ ഒരു വീരനെ പോലെ അങ്ങ് ഇറങ്ങി വരേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ പരിശുദ്ധ പിതാവേ അപ്പച്ച ഹല്ലേലൂയ കൂടി വരുന്ന ഹല്ലേലൂയ ജനത്തെ കണ്ട് കർത്താവ് ഹല്ലേലൂയ മനസ്സലിഞ്ഞ ദൈവം അപ്പച്ച കരുണയുണ്ടാകണം കർത്താവെ, ഹല്ലേലൂയ പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ ദൈവമേ, ഹല്ലേലൂയ കാറ്റിനെയും കടലിനെയും ശാസിച്ച ദൈവമേ, ഹല്ലേലൂയ സകലത്തിന് മേൽ ഹല്ലേലൂയ. ഓ കർത്താവെ, ദൈവ മക്കൾക്ക് ഹല്ലേലൂയ. ഓ കർത്താവെ, ഹല്ലേലൂയ അപ്പച്ച വിരോധമായി എഴുന്നേൽക്കുന്ന ഹല്ലേലൂയ എല്ലാ ഹല്ലേലൂയ ഹല്ലേലൂയ അന്ധകാര ശക്തികളെ ഹല്ലേലൂയ ശാസിച്ചുകൊണ്ട് അതിന്മേൽ ഹല്ലേലൂയ ഓ ജയമെടുത്ത ദൈവത്തിന്റെ ഹല്ലേലൂയ അത്ഭുത പ്രവൃത്തി കാണുവാൻ തക്കവണ്ണം ദൈവമേ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ കൺവെൻഷൻ മീറ്റിംഗിന്റെ ഹല്ലേലൂയ കർത്താവെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുതകരം ചലിക്കണം കർത്താവെ. ഓ ദൈവജനത്തിന് ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കുവാനായി കടന്നു വരുവാൻ കർത്താവെ തടസ്സമായി നിൽക്കുന്ന ഹല്ലേലൂയ കർത്താവെ, ഹല്ലേലൂയ പ്രതികൂലമായ കാലാവസ്ഥയെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഹല്ലേലൂയ അതിന്റെ സകല ബലത്തെ ഹല്ലേലൂയ ചവിട്ടുവാൻ അധികാരം തന്ന നസ്രായൻ യേശുവിന്റെ നാമത്തിൽ ദുഷ്ടപോലികൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അന്ധകാര ശക്തികൾ ഹല്ലേലൂയ അതിന്റെ പ്രതികൂലങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ശാസിച്ചുകൊണ്ട് ഹല്ലേലൂയ അതിന്മേൽ ജയമെടുക്കുകയാണ് കർത്താവെ. സ്തോത്രങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ അങ്ങയുടെ സാന്നിധ്യം വ്യാപരിക്കട്ടെ കർത്താവെ. ഞങ്ങൾ ഹല്ലേലൂയ കർത്താവെ ഹല്ലേലൂയ ഈ പരിസരവും കാമ്പോടുമാകാൻ ഞങ്ങൾ ഹല്ലേലൂയ യേശുവിന്റെ രക്തം മുദ്രയിടുകയാണ് ഹല്ലേലൂയ. ഇതിനകത്ത് ശത്രു കടലിൽ ഹല്ലേലൂയ ശത്രുവിന്റെ ഒരു ഹല്ലേലൂയ ഓ പ്രവർത്തന മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ അത് നീങ്ങി പോകുവാൻ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് സഭയെ ഹല്ലേലൂയ അത് ബന്ധിച്ചുകൊണ്ട് അതിനെ ജയമെടുക്കുകയാണ്. പരിശുദ്ധാത്മാവേ അങ്ങയുടെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവനാമ മഹത്വം.
Oh
ഒരു രാത്രിയിലൂടെ അല്പം മഴയുടെ ദൂരമുണ്ടെങ്കിലും ഒരുമിച്ച് ദിവസത്തിലായിരിക്കാൻ കർത്താവ് നൽകിയ ദൈവകരുണയ്ക്കായി സ്തോത്രം. എന്നേക്കാൾ ശ്രേഷ്ഠരായ കർത്തൃദാസന്മാരോട് ചേർന്ന് നിന്ന് ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവജനത്തോട് വിശുദ്ധന്മാരുടെ മുത്തുനിന്ന് ദൈവസന്നിധിയിൽ സാക്ഷ്യവും പ്രാഗൽഭ്യവും പുലർത്തുന്ന എൻ്റെ പ്രിയ പിതാക്കന്മാരോടും മാതാക്കളോടും ചേർന്ന് നിന്ന് ദൈവത്തിൻ്റെ വചനം ഉയർത്തുന്നത് എൻ്റെയും ഭാരതത്തിൽ. കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ചുകൊണ്ടിരുന്ന അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലെ 1-ാമത്തെ അധ്യായത്തിൻ്റെ തുടർന്നുള്ള ആശയങ്ങളിലേക്ക് പോകുവാൻ വീണ്ടും കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടും. 1-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിച്ചത് തിയോഫിലോസിന് എഴുതിയ 2-ാമത്തെ ചരിത്രമാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ യേശു ചെയ്ത പ്രവൃത്തികൾക്കപ്പുറത്ത് അപ്പോസ്തലന്മാർ പ്രവൃത്തികൾ തുടങ്ങുന്നതും സഭ ആ പ്രവൃത്തി കൊണ്ട് നടക്കുന്നതുമായ സംഭവങ്ങളുടെ ആരംഭകാലം കാണാം. ഇന്നും സഭ അത് കൊണ്ട് നടക്കുകയാണ്. ഇന്നും സഭ അത് ചെയ്തുകൊണ്ടിരിക്കുക. ഈ കർത്താവായ യേശുക്രിസ്തു ചെയ്തു വന്ന ക്രിയകൾ തന്റെ ശിഷ്യന്മാരെ ഫലമേൽപ്പിക്കേണ്ടതിന് വേണ്ടി ലൂക്കോസിന്റെ സുവിശേഷത്തെയും അപ്പോസ്തല പ്രവൃത്തികളെയും തമ്മിൽ ചേർക്കേണ്ടതിന് വേണ്ടി പ്രാരംഭത്തിൽ എഴുതിയിരിക്കുന്ന ചില വാക്യങ്ങളാണ് നാം വായിച്ചത്. അവൻ അവരുമായി ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ അവരോട് പറഞ്ഞു. നമ്മുടെ ദൈവരാജ്യം യേശു തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യന്മാർക്ക് മാത്രം വെളിപ്പെടുത്തിയ ഒരു മർമ്മം. 2, ദൈവരാജ്യം ആഴമേറിയതും 3 അതിപ്രധാനമായതുമായ വിഷയം. ഈ ദൈവരാജ്യത്തെക്കുറിച്ചാണ് കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായത്, ഇന്നും ചിന്തിച്ചു തുടരുവാൻ പോകുന്നത്. ദൈവരാജ്യത്തെ പ്രാപിക്കേണ്ടതിന് വേണ്ടി ശിഷ്യന്മാർ കാത്തിരിക്കണം എന്ന് യേശു പറഞ്ഞു. നമ്മുടെ ദൈവരാജ്യം എന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രകടമായ ദൃശ്യമായ ശക്തിയുടെ പ്രകടനം അത്രയാകും. അതിനെ പ്രാപിക്കേണ്ടതിന് വേണ്ടി ശിഷ്യന്മാർ യേശുവിൻ്റെ സന്നിധിയിൽ കാത്തിരിക്കേണ്ടത് ആവശ്യമായിരുന്നു എന്ന് യേശു പറയുകയും അവർ 10 ദിവസം ആത്മാവിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്തു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു മുഴക്കമുണ്ടായി. അവർ കൂടിയിരുന്ന വീട് മുഴുവനും നിറച്ചു. അതിനെ തുടർന്ന് അഗ്നിജ്വാലകൾ പോലെ പ്രത്യക്ഷമായ നാവുകൾ ഓരോരുത്തരുടെ മേൽ. എല്ലാവരും ആത്മാ ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി. തുടർന്ന് അവർ ദൈവരാജ്യം വഹിച്ചുകൊണ്ട് ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോസ്തല പ്രവൃത്തികളുടെ 3-ാമത്തെ അധ്യായം 2-ാം അധ്യായത്തിൽ മടങ്ങിവരും കാത്തിരിപ്പിനെ കുറിച്ച് നീങ്ങും. അപ്പോസ്തല പ്രവൃത്തികളുടെ 3-ാമത്തെ അധ്യായത്തിൽ 2 ശിഷ്യന്മാർ, പേര് പറഞ്ഞാൽ പത്രോസും യോഹന്നാനും, സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിന്റെ പടിക്കലൂടെ ദേവാലയത്തിന്റെ അകത്തേക്ക് കയറി. അവിടെ അമ്മയുടെ ഉദരം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാത്തവനും ഏകദേശം 40-ലധികം വയസ്സ് പ്രായമുള്ളവനുമായ ഭിക്ഷ യാചിച്ചുകൊണ്ട് ഇരുന്നിരുന്നു. പത്രോസ് അവന്റെ കൈക്ക് പിടിച്ച് യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ചു.
അവൻ നടന്നും തുള്ളിയും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആലയത്തിൽ കയറി. കണ്ടവരെല്ലാവരും ഓടിക്കൂടി. പത്രോസ് ഈ മനുഷ്യനെ മുൻനിർത്തിക്കൊണ്ട് യേശുവിന്റെ സാക്ഷി അവരോട് പറഞ്ഞു. യേശു പറഞ്ഞു, നിങ്ങൾ യെരൂശലേമിൽ കാത്തിരിക്കേണ്ടത്, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എന്റെ സാക്ഷികളാകേണ്ടത്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സാക്ഷി വഹിക്കേണ്ടതിനാണ്. സാക്ഷിയാകുന്നത് എങ്ങനെയാണ് എന്നൊരു മാതൃകയും കൂടെ ഇവിടെ നമ്മൾ കണ്ടു. സാക്ഷിയാകേണ്ടതിന് വേണ്ടി അവരവരുടെ സാക്ഷ്യം പറയുന്ന ഒരു പതിവ് നമുക്കുണ്ട്. പക്ഷെ പത്രോസ് ഇവിടെ ചെയ്തത് സ്വന്തം സാക്ഷ്യം പറയുകയായിരുന്നില്ല, പകരം യേശുവിന്റെ സാക്ഷ്യം പറയുകയായിരുന്നു. ഞാനത് ഒന്നുകൂടെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. പത്രോസ് അപ്പോസ്തലൻ യോഹന്നാനോട് കൂടെ ദേവാലയത്തിലേക്ക് കയറി വരുമ്പോൾ ആ പടിക്കലിരിപ്പുണ്ട് അമ്മയുടെ ഉദരം മുതൽ മുടന്തനായവനും ഒരിക്കലും നടന്നിട്ടില്ലാത്തവനുമായി ഒരു മനുഷ്യൻ. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ഓർപ്പിച്ചു, മനുഷ്യ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു മസിൽ കുറെ നാളുകൾ ഉപയോഗിക്കാതെ പോയാൽ ആ മസിൽ നിർജീവമാകും, അത് തന്നെ ജീവനില്ലാത്തതാണ്. ഞാൻ ഒരു ഉദാഹരണവും പറഞ്ഞു. അഥവാ എൻ്റെ ഒരു കൈ ഒടിഞ്ഞു പോയെന്നിരിക്കട്ടെ, ഒരു ഡോക്ടറുടെ അടുക്കൽ കൊണ്ടുവന്നൊരു പ്ലാസ്റ്റർ ഇട്ടു. ആ പ്ലാസ്റ്റർ ഇട്ട് വിടുമ്പോൾ ഡോക്ടർ പറയും, കൈ ഇടയ്ക്കിടയ്ക്ക് അനക്കിക്കോണം കേട്ടോ, വിരലെങ്കിലും അനക്കിക്കോണം. എന്തിനാ ഡോക്ടർ ഈ വിരൽ മാത്രം അനക്കുന്നത്? അല്ലെങ്കിൽ പിന്നെ ഈ കയ്യിൽ നിന്ന് പ്ലാസ്റ്റർ മാറ്റുമ്പോൾ വിരലും അനങ്ങത്തില്ല. അത് മനുഷ്യ ശരീരത്തിന്റെ പ്രത്യേകതയാണ്. കുറെ നാളുകൾ ഏതെങ്കിലും ഒരു മസിൽ ഉപയോഗിക്കാതെ വെച്ചിരുന്നാൽ അത് നിർജീവമായി പോകും, പിന്നെ അത് ഉപയോഗമില്ലാതെയാണ്. ഈ മനുഷ്യന്റെ കാലിൽ ഒരു മസിലെങ്കിലും ബാക്കി ഉണ്ടായിരുന്നെങ്കിൽ 40 നീണ്ട വർഷങ്ങൾ ഉപയോഗിക്കാതെ വന്നതിനാൽ ആ മസിൽ നിർജീവമായ, പൂർണ്ണമായും ചത്തുപോയ മസിലുകളുള്ള ഒരു മനുഷ്യൻ. പത്രോസ് അദ്ദേഹത്തിന്റെ വലങ്കൈക്ക് പിടിച്ചുകൊണ്ട് എഴുന്നേൽക്ക എന്ന് പറഞ്ഞവനെ ഉയർത്തുകയും അവന്റെ ശരീരത്തിലേക്ക് ജീവൻ വ്യാപരിച്ച് അവൻ എഴുന്നേൽക്കുകയും ചെയ്തു. എഴുന്നേറ്റവൻ നടന്നു, പിന്നെ തുള്ളി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവൻ ആലയത്തിൽ കയറി. ആലയത്തിനകത്ത് ഇത് കണ്ട് അത്ഭുതപ്പെട്ട ജനങ്ങൾ ഓടിക്കൂടി. അത്ഭുതത്തോടെ ഓടി വരുന്നവനോട് പത്രോസ് സ്വന്തം സാക്ഷ്യമല്ല പറഞ്ഞത്, യേശുവിന്റെ സാക്ഷിയാണ് പറഞ്ഞത്. പത്രോസിന് വേണമെങ്കിൽ സ്വന്തം സാക്ഷ്യം പറയാമായിരുന്നു. എന്താണ് പത്രോസിന്റെ സ്വന്തം സാക്ഷി? ഞാൻ പണ്ടൊരു മുക്കവനായിരുന്നു, മീൻ പിടിക്കാൻ പോയിരുന്നു. ഒരിക്കൽ ഗലീലക്കടലിൽ മീൻ പിടിച്ചുകൊണ്ടിരുന്നു. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. അതിരാവിലെ വല കഴുകുമ്പോൾ യേശു അതുവഴി വന്നു. യേശു എന്നോട് കടലിൽ വലയിറക്കുവാൻ പറഞ്ഞു. വലയിറക്കി മുത്തു. ഇതെല്ലാം പത്രോസിന് പറയാം. എത്രയോ ചരിത്രങ്ങൾ പത്രോസിന് സ്വന്തം ജീവിതത്തിൽ പറയാനുണ്ട്. പക്ഷെ ഇതൊന്നും പറയാനല്ല പരിശുദ്ധാത്മാഭിഷേകം. പരിശുദ്ധാത്മാഭിഷേകം യേശുവിന്റെ സാക്ഷിയാകാനാണ്. ഈ എഴുന്നേറ്റ് വന്ന മനുഷ്യനെ കൊണ്ട് വിരൽ ചൂണ്ടിക്കൊണ്ട് പത്രോസ് പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളെ സൂക്ഷിച്ചു നോക്കുന്നു? ഈ ബലഹീന മനുഷ്യന് ഈ ഉപകാരം ഉണ്ടാകുവാൻ കാര്യം നിങ്ങൾ കുരിശിച്ചവനും ദൈവം മരിച്ചവരിൽ ഉയർപ്പിച്ചവനുമായ നസ്രയനാകുന്ന യേശുവിന്റെ നാമത്തിൽ അത്രേ ആകും. ഞാനിവിടെ ഒരു കൊച്ചു വിശദീകരണം ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഭൂമിയിൽ പല ശക്തികളുണ്ട്. ആ ശക്തികൾക്കൊക്കെയും പ്രവർത്തിക്കുവാൻ കഴിയും. പക്ഷേ യേശുവിന് മാത്രം കഴിയുന്ന ഒന്നുണ്ട്, നിങ്ങൾ പോയി എന്റെ പേരിൽ ചെയ്തുകൊള്ളുക. ഏതെങ്കിലും ഒരു ശക്തിക്ക് പലതും ചെയ്യുവാൻ കഴിയുമ്പോൾ യേശുവിന്റെ പ്രത്യേകത ആളത്വമായി താൻ ഇല്ലാതെ തന്നെ തന്റെ നാമത്തിങ്കൽ ചില അത്ഭുതങ്ങൾ നടക്കത്തക്ക വേണം തന്റെ ശിഷ്യന്മാരുടെ കയ്യിൽ ഒരു അഭിഷേകം ഏൽപ്പിച്ച് അയക്കുവാൻ കഴിയും. യേശു ദൈവമാകയാൽ തന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നതിനാൽ ഇന്നും രോഗികൾ സൗഖ്യമാകുന്നു. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നതിനാൽ യേശു നേരിട്ട് വരുന്നില്ല. തന്റെ അഭിഷേകം വഹിക്കുന്ന ശിഷ്യന്മാർ, തന്റെ സാന്നിധ്യം വഹിക്കുന്ന ശിഷ്യന്മാർ തന്റെ നാമം ഉപയോഗിക്കുന്ന ഇടത്ത് പൈശാചിക ശക്തികൾ ഇളകുന്നു, അവ പകരുന്നത് കാണാം. യേശുവിന്റെ നാമം ഉപയോഗിക്കുന്ന ഇടത്ത് രോഗികൾ വിടുതലാകുന്നത് കാണാം. എന്തിനാണ് നിങ്ങളുടെ ഒരു അഭിഷേകം? നിങ്ങൾ എന്റെ സാക്ഷികളാകുവാൻ. എങ്ങനെ നിങ്ങൾക്ക് എന്റെ സാക്ഷികളാകുവാൻ കഴിയും? എന്റെ നാമം ഉച്ചരിക്കൂ, അവിടെ ദൈവിക വിടുതലുകൾ നടക്കും. അതാണ് എന്റെ സാക്ഷ്യം. യേശുവിന്റെ സാക്ഷികളാകുവാൻ അവരുടെ അഭിഷേകം. ഈ ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടതില്ല. യേശു പറഞ്ഞു കാത്തിരിക്കണമെന്ന്. ചില ആളുകൾ പറയാറുണ്ട് കാത്തിരിക്കേണ്ടതില്ല. അങ്ങനെ പലരും പലതും പറയും. നമുക്ക് എല്ലാം അംഗീകരിക്കാൻ നിവൃത്തിയില്ലെങ്കിലും ന്യായവാദങ്ങൾ ശ്രദ്ധിക്കുന്നതിൽ തെറ്റില്ല. പരിശുദ്ധാത്മാവിന് വേണ്ടി ഇന്ന് കാത്തിരിക്കേണ്ട ആവശ്യമില്ല എന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളവർ പറയാറുള്ള ഒരു ന്യായം, പ്രാരംഭ ദിവസത്തിൽ പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്നും ഭൂമി വരെ ഇറങ്ങി വരേണ്ടതായിരുന്നു. സ്വർഗം എവിടെയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു മനസ്സിലാക്കാൻ പ്രയാസമാണ്. അത്രത്തോളം വിദൂരതയിലാണ് സ്വർഗം. ഇന്ന് അങ്ങോട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കോടി കോടി പ്രകാശവർഷങ്ങൾക്ക് അപ്പുറത്ത്
എവിടെയോ സ്ഥിതി ചെയ്യുന്ന, ഞാൻ അങ്ങനെ പോകുന്നതേ ഉള്ളൂ, ശാസ്ത്രീയമായ തെളിവുകളിൽ പോകുന്നത് എനിക്ക് താല്പര്യമാണ്, പക്ഷെ അത്തരത്തിൽ നമ്മുടെ സമയം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പോകാം. യെശയ്യാവിന്റെ പുസ്തകം പറഞ്ഞു, ശാസ്ത്രം ഇന്നത് അംഗീകരിച്ചു കഴിഞ്ഞു. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ അവൻ അത്യുന്നതന്റെ സിംഹാസനം വെച്ചിരിക്കുന്നു. എനിക്ക് ഒന്നുകൂടെ ആവർത്തിക്കാം. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ അവൻ അത്യുന്നതന്റെ സിംഹാസനം വെച്ചിരിക്കുന്നു. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ ഇന്ന് വരെയും മനുഷ്യന് കണ്ടുപിടിക്കുവാൻ കഴിയാഞ്ഞ ഏതോ ഒരു വസ്തുത ഉണ്ട് എന്ന് ശാസ്ത്രലോകം 100% സമ്മതിച്ചു കഴിഞ്ഞു. അതിനെ സ്വർഗമെന്ന് ഞങ്ങൾ വിളിക്കുന്നു, അറിയാത്ത വസ്തുവെന്ന് ശാസ്ത്രം പറയുന്നു. ഇത്ര വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ ദൈവത്തിന്റെ രാജാവിനെ വാഴിക്കുവാൻ രാജസിംഹാസനമുള്ള ദൈവത്തിന്റെ സ്വർഗം സ്ഥാപിച്ചു. ആ സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിന് ഭൂമിയിൽ വരെ ഇറങ്ങി വരുവാൻ, പ്രകാശമാണ് അവിടെ നിന്ന് ഇവിടം വരെ യാത്ര ചെയ്യുന്നതെങ്കിൽ ലക്ഷോപിലക്ഷം വർഷങ്ങൾ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ പ്രകാശത്തിന് അവിടെ നിന്ന് ഇവിടം വരെ വരുവാൻ കഴിയുള്ളൂ. അങ്ങനെ ദൂരമുള്ള സ്ഥലത്ത് അവിടെ നിന്ന് പരിശുദ്ധാത്മാവിന് ഈ ഭൂമിയിൽ വരെ ഇറങ്ങി വരുവാൻ ഏതാണ്ട് 10 ദിവസത്തെ വഴിദൂരം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 10 ദിവസം കാത്തിരുന്നത്. ഇന്ന് അതിന്റെ ആവശ്യമില്ല എന്ന് വാദിക്കുന്നവരുണ്ട്. ഞാൻ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല. കാര്യം ബൈബിൾ പഠിപ്പിക്കുന്നത് ഇവിടെ മരിച്ചു പോകുന്ന വിശുദ്ധന്മാർ തിരികെ ഉയർത്തും, ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെട്ടും മേഘത്തിന്റെ ഉന്നതങ്ങളിൽ ദൈവത്തെ എതിരേൽക്കുവാൻ എടുക്കപ്പെടേണ്ടതിന് ഒരു നൊടി സമയം മാത്രം മതി. ഒരു നൊടി കൊണ്ട് മനുഷ്യനെ ഇവിടെ നിന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തുവാൻ കഴിയുന്ന ആ ദൈവത്തിന് സ്വർഗത്തിൽ നിന്ന് താഴോട്ട് വരാൻ 10 ദിവസത്തെ വഴിദൂരം. ഇത് പൊട്ടത്തരമാണ്, പൊട്ടത്തരം. ഇതൊരു പൊട്ടന് പോലും മനസ്സിലാകുന്ന യാഥാർത്ഥ്യമാണ്, വഴിദൂരം കൊണ്ടല്ല. കാത്തിരിപ്പിന്റെ ആവശ്യം എന്തായിരുന്നു? കാത്തിരിപ്പിന് മറ്റെന്തൊക്കെയോ ആവശ്യമുണ്ടായിരുന്നു. കാത്തിരിപ്പ് എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? കേവലം കുത്തിയിരിക്കുക എന്നാണോ കാത്തിരിപ്പ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാകുന്നത്? അല്ല. ദൈവവുമായി നാം ചെയ്യേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുവാൻ ദൈവസന്നിധിയിൽ എടുക്കുന്ന സമയത്തെയാണ് കാത്തിരിപ്പ് എന്ന് വിളിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നിലേക്ക് പകർന്നു വരുവാൻ കഴിയാതെ വേണം ആശയപരമായോ ഉപദേശപരമായോ പ്രവൃത്തി മണ്ഡലത്തിലോ എന്നിലുള്ളതായ തകരാറുകൾ കണ്ടുപിടിക്കുകയും ദൈവത്തിന് അനുരൂപനായി ഞാൻ മാറുകയും ചെയ്യുവാൻ ദൈവസന്നിധിയിൽ എടുക്കുന്ന സമയത്തെയാണ് കാത്തിരിപ്പ് എന്ന് വിളിക്കുന്നത്. യേശുവിന്റെ ശിഷ്യന്മാർ 10 ദിവസം കാത്തിരുന്നു. അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ചിലരുടെ മേൽ 1 മിനിറ്റ് കൊണ്ട് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത് വരാം. വേറെ ചിലരുടെ മേൽ 10 വർഷം കൊണ്ട് പരിശുദ്ധാത്മാവ് വന്നില്ലെന്ന് വരാം. പരിശുദ്ധാത്മാവ് നമ്മുടെ ക്രമീകരണങ്ങൾ കൊത്തവണ്ണം നമ്മുടെ മേൽ ഇറങ്ങി വരുന്നവരാണ്. അതിനൊരു നിശ്ചിത സമയകക്തതയല്ല, പകരം നമ്മുടെ ക്രമീകരണവും ദൈവിക ഉദ്ദേശവുമാണ് വിഷയം. അവരുടെ മേൽ ആത്മാവ് ഇറങ്ങി വന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും ദൈവ സാന്നിധ്യത്തിന്റെ അളവിനെ കുറിച്ചും നമുക്ക് അല്പം കൂടെ ബോധം വരേണ്ടതുണ്ട്. നമുക്കൊരു വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ദയവായി വായിച്ചാൽ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. നിൽക്കട്ടെ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ തൊട്ടെന്ന് തോന്നുന്നു ഒരു മുറിക്കകത്തായിരിക്കും അവർ കൂടിയിരുന്നത്. അതേ, ഒരു മുറിക്കകത്താണ്. ഒരു സ്ഥലത്ത് കൂടിയിരുന്നു എന്ന പദത്തിൽ പ്രധാനപ്പെട്ട അർത്ഥം ആ ഒരു സ്ഥലത്ത് ഒരു മുറിയുടെ ഉള്ളിൽ അവർ ഒരുമിച്ചായിരുന്നു. 1-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ അവർ ഏക ഹൃദയമുള്ളവരായിരുന്നു, ഏക ആത്മാവിൽ ഏക ഹൃദയത്തിൽ ധരിക്കപ്പെടുന്നവരായിരുന്നു. അതിന് 2-നും അപ്പുറത്താണ് അവർക്ക് ഏക ഉദ്ദേശം ഉണ്ടായിരുന്നു. അവരുടെ ഉദ്ദേശം ദൈവദത്തമായിരുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ഓർപ്പിച്ചു. അവരുടെ ഉദ്ദേശം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക, യേശുവിന്റെ സാക്ഷികളാകുക എന്നതായിരുന്നു. ആ ഉദ്ദേശം ദൈവദത്തമായിരുന്നു. ദൈവം കൽപ്പിച്ച ഉദ്ദേശമാണ്. ദൈവദത്തമല്ലാത്ത ഉദ്ദേശങ്ങൾക്ക് വേണ്ടി കൂടിയ സംഭവങ്ങൾ ബൈബിളിൽ ഉണ്ട് എന്നാണ് ഞാൻ എടുത്തു പറഞ്ഞു. 1-ാമത്തേത് ബാബേൽ കോട്ടയാണ്. എല്ലാവരുടെയും ഹൃദയം ഒന്നായി ഏക ഹൃദയത്തോടെ അവർ പണി ചെയ്യുന്നുവെന്ന് സ്വർഗത്തിലെ ദൈവം അറിഞ്ഞുകൊണ്ട് ബാബേൽ കോട്ടയുടെ പണി കാണുവാൻ ദൈവം തന്നെ ഇറങ്ങി വന്നു. ദൈവം കണ്ടത് അത്ഭുതകരമായ ഒരു സഹകരണമാണ്. എല്ലാവരും ഒരു ഹൃദയമായിരിക്കുന്നു. ദൈവം പറഞ്ഞു, പക്ഷേ ദൈവഹിതപ്രകാരം അല്ലാത്ത ദൈവിക ഉദ്ദേശത്തിൽ നിന്ന് വിഭിന്നമായ ഇത്തരം ഐക്യതയും ഏകഹൃദയവും അപകടമാകുന്നത് കൊണ്ട് ഞാൻ ഇവരുടെ ഭാഷ പിണക്കുവാൻ പോകുകയാണ്. അവരുടെ ഭാഷയെ ദൈവം ഭിന്നിപ്പിച്ചു. എന്നാൽ പെന്തക്കോസ്ത് നാളിലെ ജനത്തിന് ഏകഹൃദയമായിരുന്നു. അത് ദൈവദത്തമായ ഐക്യമത്യമായിരുന്നു. ഇന്ന് രാത്രിയിൽ ദൈവദത്തമായ ഐകമത്യത്തോടുകൂടെ ഏക ഉദ്ദേശത്തിന് വേണ്ടി വരുന്നവരെ, നിങ്ങളുടെ ഉദ്ദേശം ദൈവം കൽപ്പിച്ചതെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ നടുവിൽ നടന്നിരിക്കും. ഇനി ഞാൻ അകത്തോട്ട് കയറട്ടെ.
ദൈവത്തിന്റെ പ്രവൃത്തികൾ അറിയണമെങ്കിൽ ദൈവ സാന്നിധ്യത്തിന്റെ അളവുകൾ മനസ്സിലാക്കണം. എന്തിനു വേണ്ടിയാണ് അവർ കാത്തിരിക്കുന്നത്? യേശുവിന്റെ സാക്ഷിയാകുവാൻ ആവശ്യമുള്ള ശക്തി ലഭിക്കേണ്ടതിന്. വേറൊരു ഭാഷയിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിരുന്നു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. പാതാള ഗോപുരങ്ങൾ ജയിക്കാത്ത ദൈവത്തിന്റെ തിരുസഭയുടെ പണിക്ക് വേണ്ടി യേശുവിന്റെ സാക്ഷികളായി ദൈവരാജ്യം വഹിച്ചുകൊണ്ട് പോകുവാൻ സമർപ്പിക്കപ്പെട്ടവരാണ് അവിടെ ഇരിക്കുന്നത്. അവരുടെ ലക്ഷ്യം യേശുവിന്റെ സഭയുടെ പണിയിൽ കൂട്ടാളികളാകണം. ഏക ലക്ഷ്യത്തിന് വേണ്ടി, ദൈവദത്തമായ ലക്ഷ്യത്തിന് വേണ്ടി, യേശുവിന്റെ സാക്ഷികളാകേണ്ടതിനു വേണ്ടി അവർ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നമുക്ക് ഇത് മനസ്സിലാകേണ്ടതിനു വേണ്ടി